Hi dears, welcome back. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഉള്ളിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ടൊരു കിടിലൻ മുട്ട ബജിയുടേതാണ്. അപ്പോൾ മുട്ട ബജിയുടെ റെസിപ്പി മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ടുള്ളത് സ്പെഷ്യൽ ആയിട്ടുള്ള വേറൊരു ചേരുവ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതും നല്ല ടേസ്റ്റാണ്. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല കമൻറ്റ്സ് കിട്ടിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കിയാൽ മതി. പിന്നെ ഈ ഒരു മുട്ട ബജി നല്ല ടേസ്റ്റാണ്, കഴിക്കാനായിട്ട് ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. ചില തട്ടുകടകളിലൊക്കെ ഈ ഒരു രീതിയിൽ മുട്ട ബജി ഉണ്ടാക്കി കാണാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മുട്ട ബജി സിമ്പിളായിട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ ബജിയിലേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ, പിന്നെ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അഥവാ കടലപ്പൊടി കയ്യിലില്ല എന്നുണ്ടെങ്കിൽ മൈദ വെച്ചിട്ട് മാത്രമായിട്ടും ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാം. പക്ഷേ ബജിക്ക് ഏറ്റവും ടേസ്റ്റ് കടലമാവ് വെച്ചിട്ട് തന്നെയാണ്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ പാകത്തിന് ഒരു നുള്ള് ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു ബാറ്ററാക്കി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നല്ല ലൂസായി പോവരുത്, ഒരുപാട് കട്ടി കൂടി പോവുകയും ചെയ്യരുത്. അപ്പോൾ ഒരു മീഡിയം കട്ടിയിൽ മാവ് റെഡിയാക്കി എടുക്കാം. പിന്നെ ഇതിലേക്കൊരു നുള്ള് സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, നന്നായിട്ടൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ അതുപോലെ തന്നെ കായപ്പൊടി കയ്യിലുണ്ടെങ്കിൽ ഒരു നുള്ള് കായപ്പൊടിയും ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ കായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കൂടി പോവരുത്, പക്ഷേ കുറച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ കുറച്ച് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പുഴുങ്ങിയിട്ട് ഇതുപോലെ ഹാഫായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയാണ് ഇതിലേക്കുള്ള സ്പെഷ്യൽ മിക്സ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് തേങ്ങ ചിരകിയത്, പിന്നെ ഒരു 3 ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു പിടുത്തം മല്ലിയില, അതുപോലെ തന്നെ കുറച്ച് പുതിനയില കൂടി പോവേണ്ട, മല്ലിയില അത്യാവശ്യം തന്നെ ഉണ്ടായിക്കോട്ടെ. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും. നല്ല എരിവ് വേണം കേട്ടോ, അതിലേക്ക് ചമ്മന്തിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് നല്ല എരിവ് വേണം. അപ്പോൾ എരിവ് ഉണ്ടായാലേ ഈ ഒരു ബജിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് തന്നെയാണ് കേട്ടോ. ഇനി ഇവയെല്ലാം കൂടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരിക്ക് പകരം ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇത് 2 രീതിയിൽ ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് മുട്ടയുടെ മഞ്ഞക്കരു മാറ്റിയിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഉടച്ചെടുക്കരുത് കേട്ടോ, ഇതുപോലെ പീസാക്കിയിട്ട് ഇടയ്ക്ക് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടണം. ഇനി ഇത് കുറച്ച് ചമ്മന്തിയിൽ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് മുട്ടയുടെ വെള്ള ഹാഫ് ഒന്ന് എടുത്തിട്ട് അതിന് മുകളിലേക്കായിട്ട് ഈ ഒരു ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് സെറ്റാക്കി എടുക്കാം. പിന്നെ വേറൊരു രീതിയുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ മുട്ടയുടെ ഉണ്ണി മാറ്റാതെ ഇതിന് മുകളിലേക്കായിട്ട് ഈ ഒരു ഹാഫാക്കി മുറിച്ചിട്ടുള്ള മുട്ടയുടെ മുകളിലേക്കായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചമ്മന്തി ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം, എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതുപോലെ എല്ലാം സെറ്റാക്കി കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് ഓയിലൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചമ്മന്തി നിറച്ചിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അത് ആദ്യം താഴ്ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ല വൃത്തിയായിട്ട് കിട്ടും. പിന്നെ മാവ് ഒരുപാട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ മുട്ടയിൽ നന്നായിട്ട് കറക്റ്റായിട്ട് ഒട്ടിപ്പിടിക്കുകയില്ല. അപ്പോൾ കുറച്ചൊരു കട്ടിക്ക് വേണം മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ ഭാഗവും ബ്രൗൺ കളറായി കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ചമ്മന്തിയൊന്നും ഫില്ല് ചെയ്യാതെ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഈ ഒരു മാവ് നല്ല ടേസ്റ്റാണ്.
അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. പിന്നെ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ നല്ല എരിവുള്ള ചമ്മന്തി തന്നെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോഴാണ് ഇതിന് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.